അടുത്തത് ബോഡ്രിലാർഡ് എങ്ങനെയാണ് മോഡേൺ സൊസൈറ്റിയെ ക്രിട്ടീക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബോഡ്രിലാർഡ് ക്രിട്ടിക്സ് മോഡേൺ സൊസൈറ്റി ഫോർ ഇറ്റ്സ് ഒബ്സഷൻ വിത്ത് കൺസെപ്ഷൻ, സൂപ്പർഫിഷ്യാലിറ്റി ആൻഡ് ദ ലോസ് ഓഫ് ഒതൻറ്റിസിറ്റി. അപ്പോൾ മോഡേൺ സൊസൈറ്റിയെ ബോഡ്രിലാർഡ് ക്രിട്ടീക്ക് ചെയ്യുന്നത്, മോഡേൺ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ്. കൺസെപ്ഷൻ ഭയങ്കര കൂടുതലാണ്. ഒരു ഒബ്സഷനാണ് കൺസെപ്ഷനോട് നമുക്കുള്ളത്. സൂപ്പർഫിഷ്യാലിറ്റി കൺസ്യൂം ചെയ്യുന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ ഒതൻറ്റിസിറ്റി ഇല്ല, ഒരു ജെന്യൂനിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ കൺസ്യൂമർ കൾച്ചറിനെ ഡ്രൈവ് ഓൺ ചെയ്യുന്നത് സിമുലേഷൻസ് ആണ്. ഈ കോപ്പീസ് ആണ് സത്യം പറഞ്ഞാൽ നമ്മളെ ഡ്രൈവ് ഓൺ ചെയ്യും. നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, നമ്മളിപ്പോൾ ആമസോണിലായിക്കോട്ടെ, ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കാണും, അത് സത്യം പറഞ്ഞാൽ റിയൽ അല്ല. അതെന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജ് ആണ്. അപ്പോൾ അതൊരു സിമുലേഷൻ ആണ്. ആ സിമുലേഷൻ ആണ് നമ്മളെ ഡ്രൈവ് ഓൺ ചെയ്യുന്നത്, നമ്മുടെ കൺസ്യൂമർ കൾച്ചറിനെ ഡ്രൈവ് ഓൺ ചെയ്യും. ദ കമ്മോഡിറ്റീസ് ആൻഡ് മീഡിയ റെപ്രസെൻറ്റേഷൻ റീപ്ലേസിങ് ജെന്യൂൻ എക്സ്പീരിയൻസ് ആൻഡ് റിലേഷൻഷിപ്പ്. നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ലഭിക്കുന്നില്ല, ജെന്യൂൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല. നമ്മളിങ്ങനെ മീഡിയ സാച്ചുറേഷനിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ വാങ്ങിക്കുന്നു. അങ്ങനെ നമ്മൾ കൺസ്യൂമർ കൾച്ചറിനെ സത്യം പറയാൻ ഡ്രൈവ് ഓൺ ചെയ്യുന്നത് സിമുലേഷൻസ് ആണ്. സിമുലേഷൻ ലീഡ് ടു ദ ഇറോഷൻ ഓഫ് മീനിങ്, ട്രൂത്ത് ആൻഡ് ഒതൻറ്റിസിറ്റി. സത്യം പറയാൻ സിമുലേഷനിലൂടെ നമ്മുടെ മീനിങ് ഇല്ലാതാകും. മീനിങ്ങിനെ ഇറോഡ് ചെയ്യുന്നു സിമുലേഷനിലൂടെ. ട്രൂത്തിനെ ഇല്ലാതാകുന്നു, ഒതൻറ്റിസിറ്റി ഇല്ലാതാകും. യഥാർത്ഥത്തിലുള്ള മീനിങ് എന്താണ് യാഥാർത്ഥ്യമായിട്ട്, എന്താണ് സത്യം, എന്താണ് ഒതൻറ്റിക് എന്നുള്ളത് ഇറോഡ് ചെയ്തു പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ സൊസൈറ്റി ഒരു സെൻസ് ഓഫ് ഡിസില്യൂഷൻമെന്റിലേക്കും ഏലിയനേഷനിലേക്കും ചെന്നെത്തും. സോ സിമുലേഷൻ leads to erosion of meaning, truth and authenticity, resulting in a society characterized by a sense of disillusionment and alienation. ഒരു ഡിസില്യൂഷൻമെന്റിലേക്കും ഒരു ഏലിയനേഷനിലേക്കും ചെന്നെത്തുന്നു എന്നാണ് പറയുന്നത്. ഇനി ജീൻ ബോഡ്രിലാർഡിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ് സിമുലാക്ര ആൻഡ് സിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, he argues that contemporary society is dominated by simulations and simulacra. Contemporary society എന്ന് പറഞ്ഞാൽ ഫുള്ള് സിമുലേഷനും സിമുലാക്രയാണ്. എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷൻസ് ആണ്, റിയൽ വേൾഡിന്റെ ഇമിറ്റേഷൻസും അതുപോലെ തന്നെ ആർ കോപ്പീസ് ദാറ്റ് ഹാവ് നോ ഒറിജിനൽ. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയാണ് കണ്ടംപററി സൊസൈറ്റി എന്ന് പറയുന്നത്. അവിടെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ റീപ്ലേസ് ചെയ്തു എന്ത് റെപ്രസെൻറ്റേഷൻസ്, ഇമിറ്റേഷൻസ്. അപ്പോൾ ഇമിറ്റേഷൻസ് അല്ലെ റെപ്രസെൻറ്റേഷൻസിലൂടെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിനെയും റീപ്ലേസ് ചെയ്തു. അങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടംപററി സൊസൈറ്റി എന്നാണ് പറയുന്നത്. റിയാലിറ്റിയെ ഹൈപ്പർ റിയാലിറ്റി വെച്ച് റീപ്ലേസ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ നമുക്ക് റിയാലിറ്റിയും സിമുലേഷനും തമ്മിലുള്ള വേർതിരിവ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതെല്ലാം ബ്ലർ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ റിയാലിറ്റി ഹൈപ്പർ റിയാലിറ്റി വെച്ച് റീപ്ലേസ് ചെയ്തു. The distinction between reality and representation, അല്ലെ reality and simulation are blurred. Simulacra are copies without originals, representing a world where reality is simulated and reproduced endlessly. അപ്പോൾ ഈ കോപ്പീസ്, ഈ സിമുലാക്ര ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു റാപ്പിഡ് ഇൻക്രീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ലോകത്തെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് റിയാലിറ്റിയെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ സിമുലേറ്റ് ചെയ്ത് ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് എൻലെസ് ആയിട്ട്. ഇനി സിമുലേഷന്റെ സ്റ്റേജസിനെ പറ്റിയാണ് പറയുന്നത്. ഏതൊക്കെ തരത്തിലാണ് ഈ സിമുലേഷൻ അല്ലെങ്കിൽ ഈ റിയാലിറ്റിയുടെ ഇമിറ്റേഷൻ അല്ലെ റെപ്രസെന്റേഷൻ ഏതൊക്കെ തരത്തിലൂടെയാണ് പോകുന്നത്, ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് പോകുന്നത്. അപ്പൊ 4 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്ഫുൾ റീപ്രൊഡക്ഷൻ ഓഫ് റിയാലിറ്റി ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണോ റിയാലിറ്റി ഉള്ളത് അത് അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ മാപ്പ് അക്യുറേറ്റ്ലി റെപ്രസെന്റ്സ് ജോഗ്രഫി. നമ്മളൊരു മാപ്പ് എടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ഒരു ജോഗ്രഫിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ഇൻവോൾവ്സ് മാസ്കിംഗ് ഓർ ഡിസ്റ്റോർട്ടിംഗ് റിയാലിറ്റി. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനെ അങ്ങ് മാസ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ റിയാലിറ്റി അങ്ങ് മാറ്റുന്നു. എ മാപ്പ് ദാറ്റ് എക്സാജറേറ്റ് സർട്ടൻ ഫീച്ചേഴ്സ് ഫോർ ക്ലാരിറ്റി. ഈ മാപ്പ് നേരത്തെ ഫെയ്ത്ത്ഫുൾ റീപ്രൊഡക്ഷൻ ആയിരുന്നു, അതിനെ നമ്മളിപ്പോൾ മാസ്ക് ചെയ്യുന്നു, ഡിസ്റ്റോർട്ട് ചെയ്യുന്നു, മാറ്റുന്നു. എന്നിട്ട് ആ മാപ്പിനെ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്യുന്നു, സർട്ടൻ ഫീച്ചേഴ്സ് ഫോർ ക്ലാരിറ്റിക്ക് വേണ്ടി ചില സർട്ടൻ ഫീച്ചേഴ്സ് നമ്മൾ എക്സാജറേറ്റ് ചെയ്യുന്നു. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് വേറെ സിമുലേഷൻ സ്റ്റാർട്ട് ടു റീപ്ലേസ് റിയാലിറ്റി. ഇവിടെ സിമുലേഷൻസ്
റിയാലിറ്റിയെ മുഴുവനായിട്ടും അങ്ങ് റീപ്ലേസ് ചെയ്യും. നേരത്തെ ആ റിയാലിറ്റി ഒന്ന് മാസ്ക് ചെയ്യുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിക്ക് വേണ്ടി കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. എന്നാലും പഴയതിനെ തന്നെയാണ് അവർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ സിമുലേഷൻ സ്റ്റാർട്ട് റീപ്ലേസ് റിയാലിറ്റി. ഈ സിമുലേഷൻ, ഈ ഡിസ്റ്റോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം റിയാലിറ്റിയെ മൊത്തത്തിൽ അങ്ങ് ഇല്ലാതാക്കി കളയും, അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് റീപ്ലേസ് ചെയ്യുന്നു. ഇനി ഒറിജിനൽ ഇല്ല. എ മാപ്പ് ബിക്കംസ് മോർ യൂസ്ഫുൾ ദാൻ ദ ആക്ച്വൽ ടെറൈൻ ഇറ്റ് റെപ്രസെന്റ്. എന്താണ് ആക്ച്വൽ ആയിട്ടുള്ള ടെറൈൻ, എന്താണ് ആക്ച്വൽ ആയിട്ടുള്ള റിയാലിറ്റിയെ, അതിനെ ഈ മാപ്പ് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർത്ത് സ്റ്റേജ് ഈസ് പ്യുവർ സിമുലേഷൻ വേർ ദർ ഇസ് നോ റെഫറൻസ് ടു റിയാലിറ്റി. നാലാമത്തെ സ്റ്റേജിൽ റിയാലിറ്റിയുമായിട്ട് ഒരു റെഫറൻസും ഇല്ല. മൂന്നാമത്തെ സ്റ്റേജിൽ റിയാലിറ്റി അങ്ങ് റീപ്ലേസ് ചെയ്തു. നാലാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ പ്യുവർ സിമുലേഷൻ ആണ്. പിന്നെ അവിടെ ഒരു റെഫറൻസും ഇല്ല, റിയാലിറ്റി ആയിട്ട് ഒരു ബന്ധവുമില്ല. എ വിർച്വൽ റിയാലിറ്റി ഗെയിം വേൾഡ് വിത്ത് നോ റിയൽ വേൾഡ് കൗണ്ടർ പാർട്ട്. ഒരു വിർച്വൽ റിയാലിറ്റി ഗെയിം വേൾഡ് എങ്ങനെയാണ്, അവിടെ പിന്നെ ഒരു റിയൽ വേൾഡ് കൗണ്ടർ പാർട്ട് ഇല്ല, കാരണം മൊത്തത്തിൽ മാറ്റി. ഇപ്പോൾ സാൻ ആൻഡ്രിയാസ് ICT ആണെങ്കിൽ ഒരു വിർച്വൽ റിയാലിറ്റി ഗെയിം വേൾഡ് ആണ്, അവിടെ റിയൽ വേൾഡ് കൗണ്ടർ പാർട്ട് ഇല്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജിൽ സിമുലേഷൻസ് റിയാലിറ്റിയെ റീപ്ലേസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ എ മാപ്പ് ബിക്കംസ് മോർ യൂസ്ഫുൾ ദാൻ ദ ആക്ച്വൽ ജോഗ്രഫി ടു റെപ്രസെന്റ്. ഏത് ആക്ച്വൽ ജോഗ്രഫിയാണോ അത് റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിച്ചത്, അതിനെ എന്ത് ചെയ്യുന്നു, ഫുള്ള് റീപ്ലേസ് ചെയ്തു. നാലാമത്തെ സ്റ്റേജ് ആകുമ്പോൾ ഫുള്ള് സിമുലേഷൻ ആയി, നമ്മളൊരു വിർച്വൽ റിയാലിറ്റി ഗെയിം വേൾഡിനെ പോലെ ആയി. ഇനി അവിടെ റിയാലിറ്റി ഇല്ല. ഈ എസ്സേയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ് എന്ന് പറയുന്നത് ദ ഡെത്ത് ഓഫ് ദ റിയൽ ആൻഡ് റൈസ് ഓഫ് ഹൈപ്പർ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ, ആസ് ദ റിയൽ ഈസ് ഇൻക്രീസിംഗ്ലി റീപ്ലേസ്ഡ് ബൈ സിമുലേഷൻ, Baudrillard argues that society experiences proliferation of myths, second-hand truths, and a deep sense of nostalgia for the real. ഇപ്പോൾ ഈ റിയൽ ഇങ്ങനെ ഇൻക്രീസിംഗ്ലി റീപ്ലേസ്ഡ് ബൈ സിമുലേഷൻസ് എന്ന് പറഞ്ഞാൽ, സിമുലേഷൻസ് വെച്ചുകൊണ്ട് റിയാലിറ്റിയെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ മിത്തുകളുടെ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ട്രൂത്തുകളുടെ ഒരു റാപ്പിഡ് ഇൻക്രീസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ റിയാലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു നൊസ്റ്റാൾജിയയുടെ ആ സെൻസിലേക്കും നമ്മൾ എത്തിപ്പെടുന്നുണ്ട്. കാരണം ആൾക്കാർ ഒതൻറ്റിസിറ്റിയിലേക്ക് ഇൻക്രീസിംഗ്ലി സെർച്ച് ചെയ്യുന്നു, സീക്ക് ചെയ്യുന്നു. കാരണം എല്ലാം ഈ സെക്കൻഡ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവർക്ക് ഒതൻറ്റിസിറ്റി വേണം, ജെന്യൂനിറ്റി വേണം, അതിലേക്ക് ആൾക്കാർ സീക്ക് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മോഡേൺ ടൂറിസം ഓഫൺ ഇൻവോൾവ്സ് വിസിറ്റിംഗ് ഒതൻറ്റിക് പ്ലേസസ് like historical sites, but these places are increasingly commodified, designed for consumption, making them more simulation than reality. ഒരു എക്സാമ്പിൾ പറയുന്നത് ഇതിന്, നമ്മുടെ മോഡേൺ ടൂറിസം എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്യുന്നത് ഒതൻറ്റിക് പ്ലേസസ് എന്ന് പറഞ്ഞ് കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒതൻറ്റിക്. പക്ഷെ ഈ പ്ലേസസ് യഥാർത്ഥത്തിൽ ഒതൻറ്റിക് ആണോ? അല്ല. ഈ പ്ലേസസ് എന്ന് പറഞ്ഞാൽ അതെല്ലാം കമോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ഈ കേരളത്തിൽ വീഗാലാൻഡ്. അത് യഥാർത്ഥത്തിൽ ഒരു ഒതൻറ്റിക് പ്ലേസ് ആണോ, ഒരു വിസിറ്റിംഗ് സ്പോട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും അതെ, നമുക്ക് ടൂറിന് പോകാൻ പറ്റിയ ഒരു പ്ലേസ് ആണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതിനെ കമോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഡിസ്നി ലാൻഡിനെ പറ്റിയാണ്. ഡിസ്നി ലാൻഡ് ബിക്കംസ് എ ക്രൂഷ്യൽ സിംബൽ. Baudrillard uses Disneyland as a typical example of hyper reality. ഹൈപ്പർ റിയാലിറ്റിയുടെ ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിസ്നി ലാൻഡ് ആണ്. നമുക്കറിയാം ഡിസ്നി ലാൻഡ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി വേൾഡ് ആണ്, എ പ്ലേസ് വെയർ ഫാന്റസി ആൻഡ് മേക്ക് ബിലീവ് കം ടു ലൈഫ്, പൈറേറ്റ്സ്, ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ്സ്, ഫാന്റസി. ഒരു ഫാന്റസി ലാൻഡ് ആണ് സത്യം പറഞ്ഞ ഈ ഡിസ്നി ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിസ്നി ലാൻഡുകൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് നമ്മുടെ ആ ടൂറിസം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ ഇന്ന് അവിടെ ഇമിറ്റേഷൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ബോർഡർലാൻഡിന്റെ വ്യൂവിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഡിസ്നി ലാൻഡ് ഈസ് ഡിസൈൻ ടു മേക്ക് us believe that it is imaginary world, while in fact the world around it has become hyper real place, a place where the boundary between real and the imaginary has vanished.
റിയലും ഇമാജിനറിയും തമ്മിലുള്ള ആ ബൗണ്ടറി ഇല്ലാതായിരിക്കുന്നു എന്നാണ് പറയുന്നത് ബോർഡർലാൻഡ് വ്യൂ എന്ന് പറഞ്ഞാൽ. ഡിസ്നി ലാൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു രീതിയിലായി മാറിയിരിക്കുന്നു. കാരണം ഡിസ്നി ലാൻഡ് തന്നെ ഒരു സിമുലേഷൻ എക്സാമ്പിൾ ആണ്. ഇനി ബോർഡർലാൻഡ് പറയുന്ന വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്കാൻഡൽസ് ആ സിമുലേഷൻ. ഇപ്പൊ നമ്മൾ അഴിമതികൾ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള അഴിമതികളാണ് പറയുന്നത്. ഇപ്പോൾ ബോർഡർലാൻഡ് എക്സ്റ്റെൻഡ്സ് അനാലിസിസ് ടു പൊളിറ്റിക്കൽ റലം. He uses the Watergate scandal as an example to show how political events have become simulations of reality. എന്ന് പറഞ്ഞാൽ വാട്ടർഗേറ്റ് സ്കാൻഡൽ, WATERGATE, വാട്ടർഗേറ്റ് സ്കാൻഡൽ എന്ന് പറയുന്ന ഒരു സ്കാൻഡൽ. അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഇവന്റ്സും സിമുലേഷൻസ് ഓഫ് റിയാലിറ്റി ആയിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ബോർഡർലാൻഡ് പറയുന്നത് ഈ വാട്ടർഗേറ്റ് സ്കാൻഡൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു റിയൽ സ്കാൻഡൽ അല്ലെങ്കിൽ തട്ടിപ്പല്ലായിരുന്നു, പക്ഷെ ഒരു മീഡിയ സ്പെക്ടക്കിൾ ആണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മീഡിയ ഉണ്ടാക്കിയ ഒന്നാണ് ഇതെന്ന് പറയുന്നത്. മീഡിയ സ്പെക്ടക്കിൾ ആണ്. എ സിമുലേറ്റഡ് ക്രൈസിസ് മെന്റ് ടു റീസ്റ്റോർ മോറൽ ഓർഡർ ആൻഡ് ബിലീഫ് ഇൻ ദ പൊളിറ്റിക്കൽ സിസ്റ്റം. എന്ന് പറഞ്ഞാൽ മീഡിയ ഉണ്ടാക്കിയ ഒരു സ്പെക്ടക്കിൾ ആണ്. ഇതിലൂടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മോറൽ ഓർഡർ അല്ലെങ്കിൽ ഒരു ബിലീഫ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ റീസ്റ്റോർ ചെയ്യാൻ, വീണ്ടും ഒരു മോറൽ ഓർഡറും ബിലീഫും വിശ്വാസവും ഒരു മോറൽ ഓർഡറും പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു മീഡിയ സ്പെക്ടക്കിൾ മാത്രമാണ് വാട്ടർഗേറ്റ് സ്കാൻഡൽ, അമേരിക്കയിൽ നടന്ന വാട്ടർഗേറ്റ് സ്കാൻഡൽ എന്നാണ് ബോർഡർലാൻഡ് ആർഗ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഹെഡിങ് ഇതിൽ വരുന്നത് സ്ട്രാറ്റജി ഓഫ് ദ റിയൽ ആൻഡ് ദ ക്രൈസിസ് ഓഫ് സിമുലേഷൻ. ബോർഡർലാൻഡ് സജസ്റ്റ് ദാറ്റ് ഇൻ ദ ഫേസ് ഓഫ് സിമുലേഷൻ the only way power can maintain its hold, re-injecting realness into the world. അപ്പോൾ ഈ ഒരു സിമുലേഷൻ്റെ ഒരു കാലഘട്ടത്തിൽ പവറിന് അത് പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വേൾഡിലേക്ക് റിയൽനെസ്സിനെ റീഇൻജെക്ട് ചെയ്താൽ മാത്രമേ പറ്റൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻ ദ ഡിസ്കോഴ്സ് ഓഫ് ക്രൈസിസ് ബിക്കംസ് സിഗ്നിഫിക്കൻറ്റ് wherever there is a crisis, economic, political, cultural, it serves to regenerate the belief real. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ക്രൈസിസ്, എക്കണോമിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ കൾച്ചറൽ സ്ഫിയറിൽ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഈ റിയൽനെസ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ മീഡിയ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഓഫൺ സ്റ്റേജ് ദീസ് ക്രൈസിസ് ടു മെയിൻറ്റെയിൻ ദ ഇല്യൂഷൻ ദാറ്റ് ദേ ആർ ഡീലിംഗ് വിത്ത് ജെന്യുവിൻ കോൺക്രീറ്റ് പ്രോബ്ലംസ്. അപ്പോൾ അവരെല്ലാം ജെന്യുവിൻ ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഡീൽ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മീഡിയയും പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സത്യം പറഞ്ഞാൽ. ഇനി അദ്ദേഹം വർക്ക്, പവർ ആൻഡ് ദ എൻഡ് ഓഫ് ദ റിയൽ എന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ബോർഡർലാൻഡ് എക്സ്റ്റെൻഡ് ദിസ് ഐഡിയ ഓഫ് സിമുലേഷൻ ടു ദ റലം ഓഫ് വർക്ക് ആൻഡ് എക്കണോമിക്സ്. വർക്കിലേക്കും എക്കണോമിക്സിലേക്കും അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. പണ്ടൊക്കെ വർക്ക് എന്ന് പറയുന്നത് ഇൻ ദ പാസ്റ്റ് വർക്ക് വാസ് എ പ്രോസസ് ദാറ്റ് വാസ് ടൈഡ് ടു എ റിയൽ പ്രൊഡക്ഷൻ ആൻഡ് ലേബർ. പണ്ടൊക്കെ വർക്ക് എന്ന് പറയുന്നത് റിയൽ പ്രൊഡക്ഷനും ലേബറും ആയിരുന്നു. ആൻഡ് പവർ വാസ് എക്സസൈസ് ത്രൂ റിയൽ സ്ട്രക്ചേഴ്സ് ആൻഡ് റിലേഷൻസ് ഓഫ് ഫോഴ്സ്. അപ്പോൾ പവറൊക്കെ എക്സസൈസ് ചെയ്തത് ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊളിറ്റിക്കൽ സ്ട്രക്ചറാണ് അത്, അതുപോലെ റിലേഷൻസ് ഓഫ് ഫോഴ്സ്. പക്ഷെ ഇന്ന് വർക്ക് എന്ന് പറയുന്നത് ഹാസ് ബിക്കം സിമുലേറ്റഡ്, നോ ലോങ്ങർ അബൌട്ട് റിയൽ ലേബർ ബട്ട് പെർഫോമിങ് സർട്ടൻ റോൾസ്. ഇന്നെന്ന് പറയുന്നത് ചില റോളുകൾ പെർഫോം ചെയ്യുക എന്നുള്ള രീതിയിലേക്കായി മാറി വർക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില റിച്വൽസ് അല്ലെങ്കിൽ ചില സിമുലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. നിങ്ങൾ റിയാലിറ്റി ഉള്ള കുറേ കാര്യങ്ങളെ ഇമിറ്റേറ്റ് ചെയ്താൽ മാത്രം മതി, അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് വർക്ക് മാറി. ഇപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഒരു ജെന്യുവിൻ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി അല്ല, മറിച്ച് നിങ്ങൾ കുറച്ച് പണ്ടുണ്ടായിരുന്ന കുറച്ച് റോളുകൾ അല്ലെങ്കിൽ ചില സർട്ടൺ റോൾസ് പ്ലേ ചെയ്താൽ മതി എന്നുള്ളൊരു രീതിയിലേക്ക് ആയി. അതുപോലെ തന്നെ പവർ ഈസ് നോ ലോങ്ങർ എക്സസൈസ് ത്രൂ ജെന്യുവിൻ പൊളിറ്റിക്കൽ പ്രോസസ്. ഇന്ന് ജെന്യുവിൻ പൊളിറ്റിക്കൽ പ്രോസസ്സുകളിലൂടെ ഒന്നും അല്ല ചെയ്യുന്നത്, പവർ എക്സസൈസ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ന് തന്നെ പവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മീഡിയ സ്പെക്ടക്കിളിലൂടെ, ഇപ്പോൾ പണ്ട് രാഷ്ട്രീയം നടത്തുന്ന ആൾക്കാരും ഇന്ന് രാഷ്ട്രീയം നടത്തുന്ന ആൾക്കാരും തമ്മിൽ വലിയ വ്യത്യാസമാണ്. അന്ന് മീഡിയ ഇല്ലായിരുന്നു, ഇന്ന് മീഡിയ ഉണ്ട്. അപ്പൊ മീഡിയയിലൂടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രവർത്തനമായി മാറുന്നു ഇന്നത്തെ കാലത്ത്. എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമിറ്റേഷനിലൂടെ, ആ ഒരു റെപ്രസെന്റേഷനിലൂടെ സമൂഹത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും.
ഇനി ബോർഡിലാണ് പറയാൻ ശ്രമിക്കുന്നത് ഈ പോയിന്റ്സ് ടു എ നമ്പർ ഓഫ് ഫിനോമിന ടു എക്സ്പ്ലെയിൻ ദിസ് ലോസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് സിമുലാക്രം. ഈ റിയാലിറ്റിയും സിമുലാക്രവും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിന് ഇല്ലാതാവുന്ന കുറേ ഫിനോമിന അദ്ദേഹം പറയും. ഇപ്പം മീഡിയ കൾച്ചർ, ഇപ്പോൾ നമ്മുടെ കണ്ടംപററി മീഡിയ, അതായത് ടെലിവിഷൻ ആയിക്കോട്ടെ, ഫിലിം ആണെങ്കിലും മാഗസിൻസ്, ബിൽബോർഡ്സ്, ഇൻ്റർനെറ്റ് are concerned not just with relaying information or stories but with interpreting our most private selves for us. ഇപ്പോൾ ഈ കണ്ടംപററി മീഡിയ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഫിലിം ആയിക്കോട്ടെ, മാഗസിൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതൊന്നും നിങ്ങൾക്ക് വെറുതെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സ്റ്റോറീസ് തരാൻ ഉള്ള രീതിയല്ല. കാരണം നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാവർക്കും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിലാണ് കിട്ടുന്നത്. കാരണം നിങ്ങളുടെ അൽഗോരിതം സെറ്റ് ചെയ്യുന്നത് നിങ്ങളല്ല. നിങ്ങൾ കണ്ട് ഏതെങ്കിലും ഒന്ന് കണ്ട് വീണ്ടും അതേപോലുള്ള അതേ ടേസ്റ്റിനനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോസ് ആണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മീഡിയ കൾച്ചർ ഒരുപാട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. പിന്നെ എക്സ്ചേഞ്ച് വാല്യൂ. അക്കോർഡിംഗ് ടു കാൾ മാർക്സ്, ദ എൻട്രൻസ് ഇൻ ടു ക്യാപിറ്റലിസ്റ്റ് കൾച്ചർ മീൻ വി സീസ് ടു തിങ്ക് ഓഫ് പർച്ചേസ് ഗുഡ്സ് ഇൻ ടേംസ് ഓഫ് യൂസ് വാല്യൂ. ഇപ്പോൾ മാർക്സിനെ പറ്റി പറയുമ്പോൾ നമ്മളിപ്പോൾ ക്യാപിറ്റലിസ്റ്റ് കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. മിക്സഡ് എക്കണോമീസ് ആണ് നമ്മുടെ രാജ്യമൊക്കെ, മിക്ക രാജ്യങ്ങളും. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ യൂസ് വാല്യൂവിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ റിയൽ യൂസിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ബിഗാൻ ടു ബി ട്രാൻസ്ലേറ്റ് ഇൻ ഹൗ മച്ച് ഇറ്റ് ഈസ് വർത്ത് ഇൻ ടു ഇറ്റ് ക്യാൻ ബി എക്സ്ചേഞ്ച്. നമ്മൾ എപ്പോഴും ഒരു മണി എന്നുള്ള ഒരു വർത്ത് മാത്രമേ നോക്കൂ, അല്ല യൂസ് വാല്യൂ നോക്കുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ ചെന്നൊരു തുണി എടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് ടാഗ് എത്രയാണെന്ന് നോക്കും, അല്ലാതെ അത് ഏത് മെറ്റീരിയൽ ആണ് എന്നുള്ള അതിൻ്റെ യൂസ് വാല്യൂ എന്താണെന്ന് നമ്മൾ നോക്കുന്നില്ല. മണിയാണ്. മണി ബിക്കംസ് എ യൂണിവേഴ്സൽ ഇക്വലന്റ് വിച്ച് എവരിത്തിങ് ഇൻ അവർ ലൈഫ് ഈസ് മെഷർ. നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിനെയും മെഷർ ചെയ്യുന്നത് മണിയായി മാറിയിരിക്കും. തിങ്സ് ലോസ് ദെയർ മെറ്റീരിയൽ റിയാലിറ്റി. മെറ്റീരിയൽ റിയാലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു നല്ലൊരു സാധനമാണെങ്കിൽ അതിൻ്റെ പ്രൈസ് ടാഗ് കൂട്ടിയിടുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര എന്തോ സാധനമാണ്. അപ്പം മണിയാണ് ആ യൂണിവേഴ്സിറ്റി ഈക്വലൻ്റ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയും. അല്ലാതെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടി ലേബേഴ്സ് എടുത്ത സമയം, അവരുടെ ടീയേഴ്സ്, അവരുടെ സ്വെറ്റ്, അതൊന്നും അല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇൻ ടേംസ് ഓഫ് മണി rather than in terms of the real things we hold in our hands. നമ്മൾ നമ്മുടെ ജീവിതത്തെ കണക്കാക്കുന്നത് പണത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലാതെ നമ്മുടെ കയ്യിൽ എന്ത് സാധനം ഉണ്ട് എന്നതിനെ നോക്കിയല്ല. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് മൾട്ടിനാഷണൽ ക്യാപിറ്റലിസം. ഇപ്പോൾ ഇന്ന് നമുക്കറിയാം, നമ്മളൊരു മൾട്ടിനാഷണൽ വേൾഡിലാണ് ജീവിക്കുന്നത്. As the things we use are increasingly the product of complex industrial process, we lose touch with the underlying reality of goods becomes. എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സിൻ്റെ അണ്ടർലൈങ് അതിൻ്റെ താഴത്തെ അതിൻ്റെ പ്രൊഡക്ഷനെ പറ്റിയൊന്നും നമ്മൾ കൺസേൺഡ് അല്ല. നോട്ട് ഈവൻ നാഷണൽ ഐഡന്റിറ്റി ഫങ്ഷൻസ് ഇൻ എ വേൾഡ് ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. ഈ MNC വന്നതോടുകൂടി ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ നാഷണൽ ഐഡന്റിറ്റിയെ പറ്റി പോലും നമ്മൾ ചിന്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. It is the capital that now defines our identity. നമുക്ക് എത്രത്തോളം പണമുണ്ട്, അതാണ് നമ്മൾ ഐഡന്റിറ്റീസിനെ വിലയിരുത്തപ്പെടുന്നത്. നമുക്കൊരിക്കലും ഒരു മെറ്റീരിയൽ ഫാക്ട് അല്ലെങ്കിൽ ഒരു ലേബർ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയത് അതിനെപ്പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഭയങ്കര ഒരു കൺസ്യൂമർ ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, the fact that most consumers do not know how the products they consume are related to real life things. How many people could identify the actual plant from which derive the coffee bean? The Starbucks by contrast increasingly defines our urban reality. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇതിന് ഇത്രയും രൂപയുണ്ട്, അപ്പോൾ അതിനെന്തോ വലിയ സംഭവമാണ് അത് എന്ന് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അല്ലാതെ ഇത് എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെ ഇത് ഏത് കോഫി ബീൻ വെച്ചാണ് ഈ സ്റ്റാർബക്സ് വന്നത്, അങ്ങനെയുള്ള ഒരു കാര്യവും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ആ പ്രോസസ്സിനെ, ആ പ്രൊഡക്ഷനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല. അടുത്തത് അർബനൈസേഷൻ. ആസ് വി കണ്ടിന്യൂ ടു ഡെവലപ്പ്
available geographical locations, we lost touch with any sense of the natural world. നമുക്ക് സത്യം പറഞ്ഞാൽ നാച്ചുറൽ വേൾഡുമായിട്ടുള്ള ടച്ച് നമുക്ക് ഇല്ലാതായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈവൻ നാച്ചുറൽ സ്പേസസ് ആർ നൗ അണ്ടർസ്റ്റുഡ് ആസ് പ്രൊട്ടക്റ്റഡ്. ഇന്ന് നമ്മുടെ നാച്ചുറൽ സ്പേസസ് ഒക്കെ പ്രൊട്ടക്റ്റഡ് എന്ന് പറയും, പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ഈ അർബൻ റിയാലിറ്റിയിലേക്കുള്ള ഒരു പോക്കിനെയാണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ലാംഗ്വേജ് ആൻഡ് ഐഡിയോളജി. Baudrillard illustrate how in such subtle ways language keeps us from accessing reality. ഇവിടെ ഭാഷ പോലും നമ്മുടെ റിയാലിറ്റിയിൽ നിന്ന് നമ്മളെ എന്താണ് കീപ്സ് us from accessing റിയാലിറ്റി ആക്സസ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഭാഷ കൊണ്ട് പോലും സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. Earlier understanding of ideology was that it hide the truth that it represent a false consciousness. നമുക്കൊരു ഫാൾസ് കോൺഷ്യസ്, ഒരു തെറ്റായ ബോധം നമ്മളിൽ ഉണ്ടാക്കുന്നു. നമ്മൾ മാർക്സിസ്റ്റ് ഫ്രൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഫാൾസ് കോൺഷ്യസ്നെസ് ആണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ ഏതോ ഒരു മിഥ്യമായ ലോകത്ത് ആ ഒരു കോൺഷ്യസ്നെസ്സിലാണ് നമ്മൾ പോകുന്നത്. കീപ്പിംഗ് us from seeing the real workings of the state of economic forces or of the dominant groups in power. നമ്മൾ ആരാണ് നമ്മളെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ എക്കണോമിക്സ് ഫോഴ്സസ് ആണ് നമ്മളെ ഭരിക്കുന്നത്, അതിനെപ്പറ്റിയൊന്നും നമ്മൾ അവെയറേ അല്ല. Postmodernism on the other hand understand ideology as a support for our very perception of reality. അപ്പോൾ നമ്മളൊരു ഐഡിയോളജിയുടെ ഭാഗമാണ്. വി ആർ സബ്ജക്ട്സ് ഓഫ് ആൻ ഐഡിയോളജിക്കൽ സിസ്റ്റം. നമ്മൾ ഈ ഫാൾസ് കോൺഷ്യസ്നെസ്സിലാണ്. നമുക്ക് അറിയില്ല, നമുക്ക് നമ്മളെ അറിയില്ല. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു കാര്യത്തിനെയും പറ്റി നമുക്കറിയില്ല. നമ്മളെല്ലാം മണിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരു ഫാൾസ് കോൺഷ്യസ്നെസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബോഡ്രിലാർഡ് കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് സിമുലാക്ര ആൻഡ് സിമുലേഷൻ പെയിന്റ്സ് എ ചില്ലിംഗ് പിക്ചർ ഓഫ് ദ വേൾഡ് വെയർ റിയാലിറ്റി ഈസ് ഇൻക്രീസിംഗ്ലി ഡിഫിക്കൽട്ട് ടു ഡിസ്റ്റിംഗ്വിഷ് ഫ്രം ഇല്യൂഷൻ. ഇല്യൂഷൻ ഏതാണ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ഏതാണ്, റിയാലിറ്റി ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലേക്ക് നമ്മൾ മാറിയിരിക്കും. അതിപ്പോൾ ഏത് സ്പിയർ ആണെങ്കിലും, പൊളിറ്റിക്സ് ആണെങ്കിലും കൾച്ചർ ആണെങ്കിലും എക്കണോമി ആണെങ്കിലും എല്ലാത്തിനെയും ഈ സിമുലേഷൻ ആണ് ഇന്ന് കൺട്രോൾ ചെയ്യുന്നത്. അല്ലെ ഈസ് മീഡിയേറ്റഡ് ത്രൂ സിമുലേഷനിലൂടെയാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. പൊളിറ്റിക്സ് ആയിക്കോട്ടെ, കൾച്ചർ ആയിക്കോട്ടെ, എക്കണോമി ആയിക്കോട്ടെ. പവർ പോലും ഒരു സിമുലേറ്റഡ് അതോറിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ യഥാർത്ഥ റിയലിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. കംപ്ലീറ്റ് ഡിസപ്പിയറൻസ് ഓഫ് ദ റിയൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമ്മളെ ഹിസ് അനാലിസിസ് ചാലഞ്ചസ് us to rethink the very nature of truth. എന്താണ് പരമമായ സത്യം എന്നതിലേക്ക് നമ്മളെ വീണ്ടും ചിന്തിപ്പിക്കുകയാണ് ഈ അനാലിസിസ്. ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ ഗൾഫ് വാർ ഡിഡ് നോട്ട് ടേക്ക് പ്ലേസ്, വിച്ച് വാസ് പബ്ലിഷ് ഇൻ ദ ഇയർ 1991. ഇതൊരു പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള എസ്സേ ആണ്. ഇതിൽ ഗൾഫ് വാറിനെ പറ്റി അദ്ദേഹം ചാലഞ്ച് ചെയ്യുന്നു. ഗൾഫ് വാർ നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വാർ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ കോൺഫ്ലിക്റ്റ് അല്ലായിരുന്നു, ഒരു ഹൈപ്പർ റിയൽ സ്പെക്ടക്കിൾ മീഡിയേറ്റഡ് ബൈ ദ മീഡിയ ഉണ്ടാക്കിയ ഒരു ഹൈപ്പർ റിയൽ സ്പെക്ടക്കിൾ ആണ് ഗൾഫ് വാർ എന്നാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അപ്പം ഈ വാർ ഒരു ഹൈപ്പർ റിയൽ ഇവന്റ് ആണ്, വേർ media coverage and propaganda constructed a distorted reality diverse from the actual events on the ground. There are actual events in a ഡൈവേഴ്സ് ചെയ്തുകൊണ്ട് മീഡിയ നടത്തിയ ഒരു പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ മീഡിയയുടെ ഒരു കവറേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് റൈസസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ നേച്ചർ ഓഫ് കണ്ടംപററി വാർഫെയർ ആൻഡ് ദ റോൾ ഓഫ് മീഡിയ ഇൻ ഷേപ്പിംഗ് പബ്ലിക് പെർസെപ്ഷൻ. നമ്മുടെ പബ്ലിക് പെർസെപ്ഷനെ എത്രത്തോളം മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതൊക്കെയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്.